ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റിയൊരു തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ നമ്മൾ കടുക് വറുക്കോ അല്ലെങ്കിൽ ഉള്ളി താളിക്കോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. 5 മിനിറ്റ് എടുക്കുള്ളൂ, പക്ഷേ അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു വലിയ സവാള വേണം, പിന്നെ വേണ്ടത് 6 വലിയ അല്ലി വെളുത്തുള്ളി. ഇപ്പം ഒരു മീഡിയം അല്ലിയാണെങ്കിൽ ഒരു 8 എണ്ണം എടുക്കാം. ഇതുപോലത്തെ വലിയ അല്ലിയൊക്കെ ആണെങ്കിൽ ഒരു 6 എണ്ണം മതിയാവും. പിന്നെ വേണ്ടത് 3 വറ്റൽ മുളക്. പിന്നെ ചെറിയ തക്കാളിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 ചെറുതെടുത്തു. വലുതാണെങ്കിൽ 2 തക്കാളി മതിയാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതൊരു 1/2 ടീസ്പൂണോളം മതിയാവും. ഇനി നമുക്ക് സവാള അരിയേണ്ടത് ഇതുപോലെ റഫായിട്ട് ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചാൽ മതി. അതിങ്ങനെ പെട്ടെന്ന് തന്നെ അധികം ചെറുതാക്കണ്ട, ഇതുപോലത്തെ സ്ക്വയർ പീസസ് ആയിട്ട് നമുക്കൊരു വലിയ സവാള മുറിച്ച് വയ്ക്കാം. പിന്നെ അതുപോലെ വെളുത്തുള്ളി അല്ലി, ഒരല്ലി നമുക്ക് ഏകദേശം ഒരു 3-4 പീസാക്കിയാൽ മതിയാവും. അതും അധികം ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ ഫ്ലേവർ അങ്ങനെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റാനായിട്ട്. നമ്മളിത് ആദ്യം മുതൽ അവസാനം വരെ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ ഈ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഓരോന്നും ഒരു 2 പീസായിട്ട് മുറിച്ചിട്ട് ഇതിലേക്കിട്ട് വഴറ്റാം. സവാള ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം വറ്റൽമുളക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് കൂടുതൽ മൂത്ത് പോകും. ഈ സവാള ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് തക്കാളി ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. തക്കാളി നമ്മൾ സവാള മുറിച്ച പോലെ തന്നെ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചാൽ മതി, അധികം ചെറിയ പീസാക്കണം എന്നില്ല. ഇപ്പോൾ സവാള നമ്മൾ ഹൈ ഫ്ലെയിമിൽ വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സവാള അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കുറച്ച് സോഫ്റ്റ് ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് പിന്നെയും ഒരു 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റണം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ കിടക്കുമ്പോൾ തന്നെ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്പൂൺ വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ കുറച്ചുകൂടി സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് വേണമെങ്കിൽ ഒരു വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചൊന്ന് കൂടുതൽ ആക്കി കൊടുത്താലും മതി. മുളക് പൊടി ഒന്ന് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഇതിൻ്റെ ചൂടാറാനായിട്ട് വയ്ക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റാം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ അരച്ചാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കാം, പക്ഷേ നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തത് മിക്കവാറും പാകമായിരിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇത് കടുക് വറുക്കൊന്നും വേണ്ട, 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നൂപ്സ് വേൾഡിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.